പകുതി വില തട്ടിപ്പ് വലിയ പ്രശ്നമായി മാറുകയാണ്. എല്ലാ ജില്ലകളിലും കേസെടുക്കുകയാണ്. പകുതി വില തട്ടിപ്പ് ഫുൾ തട്ടിപ്പാണ്. അതാണ് പകുതി വില തട്ടിപ്പിലെ പ്രതി അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. 5 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്ക് ശേഷമാണ് ഇന്ന് അനന്തുവിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. അതേസമയം അനന്തുവുമായുള്ള തെളിവെടുപ്പിൽ പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് സൂചന. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എല്ലാ ജില്ലകളിലും ഈ അനന്തകൃഷ്ണൻ വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. പകുതി വിലയ്ക്ക് വാഹനങ്ങൾ നൽകാമെന്നുള്ള പേരിൽ വിവിധ ഏജൻസികളുമായി ചേർന്ന് പണമിടപാടുകൾ നടത്തി വിശ്വാസം നേടിയെടുത്ത് രാഷ്ട്രീയ നേതാക്കളെ പങ്കെടുപ്പിച്ച് അതേപോലെ തന്നെ റിട്ടയർഡ് ജസ്റ്റിസുമാരെ ഒക്കെ അതിൽ അംഗങ്ങളാക്കി അല്ലെങ്കിൽ അതിൻ്റെ നിയമ ഉപദേശകരാക്കി ഒക്കെ ജനങ്ങളെ വിശ്വസിപ്പിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസാണ്. തെളിവെടുപ്പിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണ്. രേഷ്മ ബാബു. വിനോദ്, കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്തിലാണ് അനന്തകൃഷ്ണനെ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ പോലീസ് ഹാജരാക്കുക. തുടരന്വേഷണത്തിനും അതോടൊപ്പം തന്നെ കൂടുതൽ തെളിവ് ശേഖരണത്തിനുമായിട്ട് അനന്തകൃഷ്ണനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു ആവശ്യം അപേക്ഷയിലൂടെ പോലീസ് ഇന്ന് ഉന്നയിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൊച്ചിയിലെ വിവിധ ഓഫീസുകളിൽ അനന്തകൃഷ്ണനുമായിട്ട് പോലീസ് തെളിവ് ശേഖരണം നടത്തിയിരുന്നു. അതായത് കളമശ്ശേരിയിലെയും പാലാരിവട്ടത്തെയും അതോടൊപ്പം തന്നെ നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഓഫീസിലെ വൈറ്റിലയിലെ ഓഫീസിലുമാണ് തെളിവ് ശേഖരണം നടത്തിയത്. ഇതിൽ നിന്നും കൂടുതൽ രേഖകളും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ രേഖകൾ എന്നുള്ള രീതിയിൽ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അനന്തകൃഷ്ണൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പണം നൽകിയിട്ടുള്ളതായിട്ട്. ഇതിന്റെ വിവരങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ, അതായത് കൂടുതൽ വ്യക്തത വരുത്താനായിട്ട് അനന്തകൃഷ്ണനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെയായിരിക്കും പോലീസ് കോടതിയിൽ ഉന്നയിക്കുക. വിവിധയിടങ്ങളിൽ വിവിധ ജില്ലകളിൽ ഈ തട്ടിപ്പിനുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. പറവൂർ കേന്ദ്രമാക്കി മാത്രം ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് പരാതിക്കാർ കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് വന്നിരുന്നു. അതിനിടയിൽ തന്നെയാണ് കൂടുതൽ തെളിവുകൾ, അതായത് അനന്തകൃഷ്ണന്റെ വീട് അതോടൊപ്പം തന്നെ അനന്തകൃഷ്ണൻ വാങ്ങിച്ചു കൂട്ടിയ വസ്തുവകൾ ഇതടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം അനന്തകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റിന്റെ ചെയർമാനായിട്ടുള്ള ആനന്ദകുമാറിന് അടക്കം മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലാലി വിൻസനും പണം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും തെളിവുകളും തന്റെ പക്കൽ ഉണ്ട് എന്നാണ് അനന്തകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കിയത്. എൻ രാധാകൃഷ്ണന് പണം നൽകിയിട്ടില്ല എന്നും മാധ്യമങ്ങളോട് അനന്തകൃഷ്ണൻ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് പോലീസ്. അനന്തകൃഷ്ണന്റെ ഈ പണം ഇടപാട് സംബന്ധിച്ചുള്ള രേഖകൾ കിട്ടിയ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ സ്രോതസ് എവിടെ നിന്നാണ്, NGO-കൾ ഏതൊക്കെ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണന് കൂട്ടുനിന്നിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസിന്റെ അന്വേഷണം ഇനി എത്തുക. എന്തായാലും 5 ദിവസം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ഇനി കൂടുതൽ ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു ആവശ്യം പോലീസ് മൂവാറ്റുപുഴ കോടതിയിൽ ഉന്നയിക്കും. കോടതിയുടെ തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമാവുക. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളത്തടക്കമുള്ള ജില്ലകളിൽ വരികയും ചെയ്യുന്നുണ്ട്. വിനോദ്, പകുതി വില തട്ടിപ്പിൽ പ്രതി അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. 5 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്ക് ശേഷമാണ് ഇന്ന് അനന്തുവിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. ഈ കസ്റ്റഡി നീട്ടിവാങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഒട്ടേറെ കേസുകൾ സംസ്ഥാന വ്യാപകമായി അനന്തകൃഷ്ണനെതിരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങളാണ് രേഷ്മ കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്.